ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇനി നമ്മൾക്ക് കടയിൽ പോയി പോപ്കോൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 മെത്തേഡാണ് ഞാൻ കാണിക്കുന്നതിനായിട്ട്. ആദ്യം നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് ഒരു 50 ഗ്രാം ഉണ്ട് പോപ്കോൺ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. പോപ്കോൺ സീഡ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചില്ലെങ്കിൽ അത് പൊട്ടി പുറത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പോപ്കോൺ സീഡ്സൊക്കെ പൊട്ടാൻ തുടങ്ങും. അന്നേരം ഹൈ ഫ്ലെയിമിലായിരിക്കും ഇരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അടിവശത്തുള്ള പോപ്കോൺ സീഡ്സൊക്കെ കരിയാൻ തുടങ്ങും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. ഹീറ്റ് ഒന്ന് കുറയുമ്പോഴേക്ക് നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. പോപ്കോണൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കവറിലേക്കോ ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വരെ. ഞാനൊരു പേപ്പർ കവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നതായിരിക്കും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം. ആദ്യം ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഏകദേശം 50 ഗ്രാം പോപ്കോൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 to 1/2 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മഞ്ഞളും ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പോപ്കോൺ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മുക്കാലും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ അടിവശത്തുള്ള പോപ്കോൺ സീഡ്സ് എല്ലാം കരിയുന്നതായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. പോപ്കോൺ എല്ലാം പൊട്ടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മൾക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. പോപ്കോൺ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.